ഹായ് കിഡീസ് മലയാളം വേൾഡ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഏതാ പഠിച്ചുകൊണ്ടിരിക്കുന്നേ? കൂട്ടക്ഷരങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ കൂട്ടക്ഷരങ്ങൾ പഠിച്ചു നമ്മള്? ഖായും പിന്നീട് ഏതാ പഠിച്ചേ? ചായും. കൂട്ടുകാരൊക്കെ എഴുതി പഠിച്ചോ? ഓരോന്നും 5 തവണ. ഓക്കെ, ഗുഡ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത കൂട്ടക്ഷരം ശ്രദ്ധിച്ചു നോക്കിയ ബോർഡിലോട്ട്. അടുത്ത കൂട്ടക്ഷരം നമ്മൾ പഠിക്കുന്നത് ടായും തായും. ആദ്യം നമുക്ക് ട നോക്കാം. നമ്മൾ വ്യഞ്ജനാക്ഷരത്തിൽ ട പഠിച്ചില്ലേ? ഓർക്കുന്നുണ്ടോ? ട അല്ലേ? ട ട ഇനി നമ്മൾ മുകളിൽ ഒരു ചന്ദ്രക്കൊല ഇട്ട് കൊടുത്തു. അപ്പൊ എന്തായി മാറിട്ടാ? ട് അല്ലേ? എന്തായി മാറിട്ടാ? ട്. ടായിന് നമ്മളൊരു ചന്ദ്രക്കൊല മുകളിൽ കൊടുത്തപ്പോൾ ടാ എന്തായി മാറി? ട്. അതിന്റെ കൂടെ ടാ ചേരുമ്പോഴ് എന്തായി? ത ത എന്നാ വായിക്ക? സ്ട്രെസ് ചെയ്തു ഇനി പറയാ ത. ഇതാണ് അടുത്ത കൂട്ടക്ഷരം ഇന്ന് പഠിക്കുന്നത്. ഏതാ? ട. ട് അധികം ട. ട ആയി മാറി. ഇരട്ടിച്ചില്ലേ? ടായില്ലേ? ട് അധികം ട. ട. ട എങ്ങനെ എഴുതുന്നത് നമുക്ക് നോക്കാം. മനസ്സിലായ ട എങ്ങനെയായത്? ടായിന് നമ്മൾ ഒരു ചന്ദ്രക്കൊല കൊടുത്തു. അതിന്റെ കൂടെ ഒരു ട ചേർന്നപ്പം ടാന്നായി കൂട്ടക്ഷരം. നമ്മൾ ആദ്യം വ്യഞ്ജനാക്ഷരത്തിലെ ട അതുപോലെ എഴുതുക. അതെല്ലാവരും പഠിച്ചതല്ലേ? ഓക്കെ. എന്നിട്ടോ ഇതാ ഇതിനോട് ചേർന്ന് താഴത്തേക്ക് ഇങ്ങനെ എഴുതാം. എന്തുവായി? ട. എങ്ങനെ എഴുതാം? ഇങ്ങനെ വന്ന് ഇങ്ങനെ. വ്യഞ്ജനാക്ഷരം കൂട്ടക്ഷരം ട. മനസ്സിലായോ? എഴുതാൻ എളുപ്പല്ലേ? നമുക്ക് ട വരുന്ന വാക്കുകൾ നോക്കാം. പട്ടം. പട്ടം എല്ലാവർക്കും ഇഷ്ടമല്ലേ? പട്ടം. പട്ടം ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടല്ലേ? ഗുഡ്. പട്ടം. അടുത്ത് നോക്കിയാട്ടെ. വട്ടം അല്ലേ? വട്ടം. അതിലെന്തുണ്ട്? ടാന്നുള്ള കൂട്ടക്ഷരം വട്ടം. അടുത്ത വാക്ക് നോക്കിയാട്ടെ. കാണുന്നുണ്ടോ? കുട്ടി. കുട്ടി. പട്ടം വട്ടം കുട്ടി. ടാന്നുള്ള കൂട്ടക്ഷരം അല്ലേ? ഓരോന്നിലും കൂടുതൽ വാക്കുകള്. ഇത് മനസ്സിലാവാൻ വേണ്ടി ഇത്ര മാത്രം വാക്കുകൾ പഠിപ്പിക്കുന്നേ. ഓരോ ക്ലാസ്സിൽ ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് പഠിക്കാൻ കുറെ അധികം വാക്കുകള് ഇപ്പൊ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ പഠിക്കുന്നത്. ഓക്കെ. പട്ടം വട്ടം കുട്ടി. മനസ്സിലായോ? ട് അധികം ട. ട. അടുത്ത കൂട്ടക്ഷരം ശ്രദ്ധിച്ചു നോക്കിയേ ബോർഡിലോട്ട്. നമ്മള് വ്യഞ്ജനാക്ഷരത്തില് ത പഠിച്ചത് ഓർക്കുന്നുണ്ടോ? തായിന് നമ്മൾ എന്തോ ചെയ്യൂ? ചന്ദ്രക്കല ഇട്ട് കൊടുക്കുമ്പോ ത എന്തായി മാറി? ത്. എന്തായി മാറി? ത്. അധികം അതിന്റെ കൂടെ ത ചേർന്നപ്പോൾ എന്തായി? ശ്രദ്ധിച്ചു നോക്കിയേ. ത. എന്താ വായിക്ക? ത. ത. ത് അധികം ത. ത. കൂട്ടക്ഷരം ത. മനസ്സിലായോ? ത് അതിന്റെ കൂടെ എന്ത് ചേർന്നു? ത ചേർന്നു. അപ്പോഴെന്തായി? ത എന്നുള്ള കൂട്ടക്ഷരം കിട്ടി. ഇരട്ടിച്ചില്ലേ? എങ്ങനെ എഴുതുന്നു? എളുപ്പല്ലേ? നമ്മൾ എന്തോ ചെയ്തു? ത അതുപോലെ എഴുതി. ഇവിടുന്ന് നോക്കിയേ. വീണ്ടും അതിനോട് ചേർന്ന് എഴുതണം ഒരു തായും കൂടി അല്ലേ? എളുപ്പല്ലേ? കൂട്ടക്ഷരം ത. കൈവിടാതെ എങ്ങനെ എഴുതാം? ഇവിടുന്ന് ഇതാ അതിനോട് ചേർന്ന് തന്നെ എഴുതണം ത. മനസ്സിലായോ?
എളുപ്പമല്ലേ? നമുക്ക് ത വരുന്ന വാക്കുകൾ നോക്കാം. ശ്രദ്ധിച്ചു നോക്കണം, എഴുതണ്ട. ആദ്യത്തെ വാക്ക് നോക്കിയാട്ടെ. ആ, ഗുഡ്. തത്ത. തത്ത. പാരറ്റ്. പിന്നീടോ പത്ത്. പത്ത്. പിന്നീടോ കാണുന്നുണ്ടോ? കത്തി. അടുക്കളയില്, കിച്ചണില് കത്തി. തത്ത. പത്ത്. കത്തി. ഏതാ പഠിച്ച അടുത്ത കൂട്ടക്ഷരം? അധികം ത. ത. മനസ്സിലായോ കൂട്ടുകാർക്ക്? ഇനി ഏതൊക്കെ കൂട്ടക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു? ടായും തായും. ഇതുവരെ ഏതൊക്കെ കൂട്ടക്ഷരങ്ങൾ പഠിച്ചു? ഒന്നിച്ചു പറഞ്ഞു തരാം. ക പഠിച്ചു. പിന്നീട് ഏത് പഠിച്ചു? ച പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സില് ത പഠിച്ചു. അതുപോലെ ത പഠിച്ചു. ഇന്ന് പഠിച്ചത് അതുപോലെ സ്ലൈറ്റിൽ 5 തവണ ഓരോന്ന് എഴുതി പഠിക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.